നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി തൃത്താല സ്വദേശിനി ഷംല ഹംസ. ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തൃത്താലയെ തേടിയെത്തുന്നത്. മകളുടെ അവാർഡ് നേട്ടത്തിൽ നടിയുടെ ഉപ്പ ഹംസയും ഉമ്മ ഫാത്തിമയും ആഹ്ലാദം പങ്കുവച്ചു. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയതിനാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംലയെ തേടിയെത്തിയത്. തൃത്താല പഞ്ചായത്തിലെ അത്താണിക്കൽ വീട്ടിൽ ഹംസയുടെയും ഫാത്തിമയുടെയും മകളാണ് ഷംല ഹംസ. മകളുടെ അവാർഡ് നേട്ടത്തിൽ തികഞ്ഞ ആഹ്ലാദത്തിലാണ് കുടുംബം. തിരുവനന്തപുരത്ത് IFFK അതിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. അതിന് മോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈം മിനിസ്റ്റർ അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ ക്രിട്ടിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. കുടുംബസമേതം എടപ്പാളിലെ തിയേറ്ററിലെത്തിയാണ് തങ്ങൾ മകളുടെ സിനിമ കണ്ടതെന്നും നാം ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയെന്നും മാതാവ് ഫാത്തിമ പറഞ്ഞു. ഞങ്ങൾ കണ്ടു, ഉപ്പിയമ്മി ഞങ്ങൾ കുടുംബം മരുമകളെല്ലാവരും പോയിട്ട് മക്കൾ അടക്കം പോയിട്ട് പൊന്നെ ഇവിടെ എടപ്പാൾ പോയിട്ട് സിനിമ കണ്ടത്. നല്ല സിനിമയാണ്, കാണാൻ പറ്റാവുന്ന എല്ലാവരും കാണാൻ പറ്റാവുന്ന സിനിമയാണ്. ഒരു കാണാൻ കുടുംബകാലത്തെ കുടുംബകഥയിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഫാസിൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ. ലിംഗസമത്വം, സാംസ്കാരിക പാരമ്പര്യം, വ്യക്തിശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ചിത്രം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാണ്. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കണ ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്? എന്ത് ഫെമിനിച്ചി? കഴിഞ്ഞ വർഷം മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാചന്ദ്രൻ തൃത്താല പരുതൂർ സ്വദേശിനിയാണ്. കളിയും കലയുമാണ് ലഹരിയെന്ന സന്ദേശവുമായി കടവലൂർ പഞ്ചായത്തിലെ 80 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, വോളിബോൾ, ഷട്ടിൽ ബാറ്റ്, ക്യാരം ബോർഡ്, ചെസ് ബോർഡ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം നടത്തിയത്. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ സ്പോർട്സ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ ഒറ്റപ്പിലാവ് സബ് സെന്ററിന് സൗജന്യമായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ ചെമ്പേത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ സഫിയയെ പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഭൂമിയുടെ ആധാരം പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് സഫിയയിൽ നിന്നും ഏറ്റുവാങ്ങി. 5 വർഷം മുമ്പ് ഒറ്റപ്പിലാവ് അങ്കണവാടിക്കായും ഈ കുടുംബം സൗജന്യമായി സ്ഥലം നൽകിയിരുന്നു. പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബ് ഭാരവാഹികളും സഫിയയുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അവഗണിക്കേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ യൂത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അത്തരത്തിൽ കുട്ടികളെ കളിക്കാനും അവർക്ക് ഈ കളി എന്നതൊരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 80 ക്ലബ്ബുകൾക്കാണ് നമ്മൾ അത് സ്പോർട്സ് കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ ജില്ലാ രജിസ്റ്ററുമായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളെ അല്ല പരിഗണിക്കണമെന്ന് തീരുമാനിച്ചത്. കളിക്കാൻ ആഗ്രഹിക്കുന്ന, കളി നടക്കുന്ന നമ്മുടെ വാർഡിലെ പാചകവാതക സിലിണ്ടറുകൾ ബുക്കിംഗ് കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തത് ഉപഭോക്താക്കളെ വലയ്ക്കുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇൻഡെയിൻ ഗ്യാസ് ബുക്ക് ചെയ്താൽ ലഭിക്കാൻ 1 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പാചകവാതകം വിതരണം ചെയ്യുന്ന ഏജൻസികളിലേക്ക് പാചകവാതക ഫില്ലിംഗ് പ്ലാന്റുകളിൽ നിന്ന് ആവശ്യത്തിന് ലോഡെത്താത്തതാണ് ഇപ്പോഴത്തെ പാചകവാതക ക്ഷാമത്തിന് കാരണമായി പറയുന്നത്. കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും നിത്യേന 2 ലോഡ് സിലിണ്ടറുകൾ വന്നിരുന്ന സ്ഥാനത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 ലോഡ് മാത്രമാണ് വരുന്നതെന്ന് പറയുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം സുഗമമാക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ കണ്ടതിനു ശേഷം 4 വയസ്സുകാരൻ ആദ്യവീറിന് ഒരേയൊരു വാശി, സൂപ്പർ ഹീറോ ചന്ദ്രയെ കാണണം. ഒടുവിൽ ആ കുരുന്ന് ആരാധകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് നടി കല്യാണി പ്രിയദർശൻ. കോട്ടപ്പടി സ്വദേശി സുബീഷ് ഗുരുവായൂരിന്റെ മകനാണ് വീരു എന്ന് വിളിക്കുന്ന ആദിവീർ.
ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥി. റിലീസിന് തന്നെ ലോക സിനിമ കുടുംബസമേതം കണ്ടിരുന്നു. വീറിന്റെ നിർബന്ധത്തിനു വഴങ്ങി രണ്ടാമതും കണ്ടു. പിന്നെയാണ് ചന്ദ്ര ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ആവശ്യപ്പെടുന്നത്. മകന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു കൊടുത്തു. പിന്നെ ചന്ദ്രയെ നേരിട്ട് കാണണമെന്നായി വാശി. വീട്ടുകാർ സമാധാനിപ്പിച്ചുവെങ്കിലും വീർ അടങ്ങിയില്ല. അങ്ങനെയാണ് ക്യാമറമാനായ അച്ഛൻ മകന്റെ കരച്ചിൽ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. ആ നിഷ്കളങ്കത ഉടൻ തന്നെ വൈറലായി. ചന്ദ്ര ചേച്ചി പറഞ്ഞാലേ കല്യാണി പ്രിയദർശനെ കാണണ കുട്ടിക്ക് എന്തത്ര ഇഷ്ടം തോന്നാൻ കാരണം വരുവിന്? അച്ഛൻ നോക്കട്ടെ കേട്ടോ, അച്ഛൻ ശ്രമിക്കാം. ഓക്കെ, കരയണ്ട കേട്ടാ. ചുമർ ചിത്രകലാകാരൻ ദിലീപ് സ്വസ്തിക് ഈ വീഡിയോ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ ബന്ധുവിന് കൈമാറി. ഇവർ വഴിയാണ് കല്യാണി വീഡിയോ കാണുന്നത്. ഉടൻ തന്നെ വീഡിയോ കോളിൽ വീറുമായി സംസാരിച്ചു. ഞാൻ ആരാന്ന് മനസ്സിലായോ? ചന്ദ്ര ചേച്ചി. എന്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ഞാൻ ആ വീഡിയോ കണ്ടു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ, അതെ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അത് കൊറേ ദിവസമായി അത് തുടങ്ങിയിട്ട്. പിന്നെ അത് അപ്പൊ ആ ഒരു സമയത്ത് കിട്ടിയപ്പോ അന്ന് റെക്കോർഡ് ചെയ്തെന്ന് മാത്രം. അയ്യോ, ഇപ്പൊ ഹാപ്പിയാണോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇനി വാശി പിടിച്ച് കരയില്ലെന്ന് വീർ സൂപ്പർ ഹീറോയ്ക്ക് ഉറപ്പു നൽകി. ലോകയുടെ രണ്ടാം ഭാഗം എന്നാണ് റിലീസാകുന്നതെന്ന് ചോദിക്കാനും മറന്നില്ല. ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കണമെന്ന കുട്ടി ആരാധകന്റെ ആവശ്യം അംഗീകരിച്ച കല്യാണി ഇനി ഗുരുവായൂരിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്നും ഉറപ്പു നൽകി. പാർട്ട് 2 അടുത്ത വർഷം ഹോപ്പ്ഫുള്ളി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വിളിക്കാം. ഗുരുവായൂർ വന്നാൽ ഞാൻ വിളിക്കാം കേട്ടോ. ട്രൈ ചെയ്യാം കേട്ടോ. മകന്റെ ആഗ്രഹം സാധിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് സുബീഷ് പറഞ്ഞു. അപ്പൊ ഈ സിനിമയിലെ കല്യാണി പ്രിയദർശന്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ടോയ്സ് ഒക്കെ മേടിപ്പിച്ചു. പിന്നെ ഒരു തവണ കൂടി ഈ സിനിമ കാണാൻ പോകേണ്ടി വന്നു. അത്രയും ഒരു വാശിയായി മൂപ്പർക്ക്. അപ്പൊ അങ്ങനെയാണ് 2 തവണയാണ് വാശി പിടിച്ചത്. അപ്പൊ ആദ്യത്തെ തവണ വാശി പിടിച്ചപ്പോ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അവന്റെ ഈ കരച്ചിലും ഈ പറച്ചിലൊക്കെ കണ്ടപ്പോ. അതുകൊണ്ടാണ് രണ്ടാമത്തത് കരയുമ്പോ അപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. CPM അംഗവും SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ RSS കൊലപ്പെടുത്തിയ ഫാസിലിന്റെ 12ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണത്തോടനുബന്ധിച്ച് ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം നടത്തി. ചിറ്റാട്ടുകരയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, PK രമേശ്, KK മനോജ്, കൃഷ്ണൻ തുപ്പത്ത്, PR ബിനേഷ് എന്നിവർ സംസാരിച്ചു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. പെരുമ്പിലാവ് KR ഇൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റിന് KR രജിൽ അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ നേതാക്കളായ അതുല്യ ഘോഷ്, സംഗീത വിശ്വനാഥ്, PK സന്തോഷ്, ഇന്ദിര ടീച്ചർ, ശ്രീലാൽ, ശോഭന ലക്ഷ്മണൻ, ശശികുമാർ മങ്ങാടൻ എന്നിവർ സംസാരിച്ചു. 250ഓളം പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷന് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീഹരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. പെരുമ്പിലാവ് KR ഇൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് KR രജിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അതുല്യ ഘോഷ്, സംഗീത വിശ്വനാഥ്, PK സന്തോഷ്, ഇന്ദിര ടീച്ചർ, ശ്രീലാൽ, ശോഭന ലക്ഷ്മണൻ, ശശികുമാർ മങ്ങാടൻ എന്നിവർ സംസാരിച്ചു. 250ഓളം പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷന് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീഹരി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി
കുന്നംകുളം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സെറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, ലയൺസ് ക്ലബ് കുന്നംകുളം എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. വെസ്റ്റ് മങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാരായ രജനി പ്രമൻ, വിജിത പ്രജി എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V ഗീത സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ അനി ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് AMAI കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ MB സന്തോഷ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുജിക്സൺ കിടപ്പ് രോഗികൾക്ക് എയർബെഡുകൾ സമ്മാനിച്ചു. രോഗനിർണയം നടത്തിയവർക്ക് ആവശ്യമായ സേവനങ്ങളും മരുന്നു വിതരണവും സ്കൂളിലെ NSS വളണ്ടിയർമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സന്ദേശവുമായി മരുന്നു വിതരണത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളാണ് ഉപയോഗിച്ചത്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് 44-ാം നമ്പർ അംഗനവാടി സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സബ് സെന്റർ രൂപീകരണത്തിന് വീട് സമർപ്പിച്ച രഞ്ജനയെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടയണീച്ച് ആദരിച്ചു. വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത്, ബ്ലോക്ക് മെമ്പർ TS മണികണ്ഠൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റെനി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഹരിദാസ്, 13-ാം വാർഡ് മെമ്പർ രാജി സോമൻ, ICDS സൂപ്പർവൈസർ ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. കടവലൂർ പാതാക്കര ചേതന ഹെൽത്ത് ക്ലബിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യോഗ ക്ലാസും കലാസാംസ്കാരിക കായിക മേഖലകളിൽ മികവ് പുലർത്തിയ 30-ലധികം പേരെ ആദരിക്കലും നടന്നു. ചേതന പ്രസിഡന്റ് C സുധീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീന R ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾക്ക് ക്ലബ് സെക്രട്ടറി KP രാധാകൃഷ്ണൻ, മറ്റ് ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 158 രൂപ. ചരമം കാട്ടകമ്പാൽ നടുവിലെ പറമ്പിൽ പരേതനായ സുദർശൻ മാസ്റ്റർ ഭാര്യ മാർത്ത ടീച്ചർ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടത്തും. ബേബിമോൻ, ബീനമോൾ, ബിന്ദുമോൾ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.